അപ്പോൾ അങ്ങനെയാണ് പകൽപൂരം അന്തിക്ക് കവലയിൽ ഒരു കരിമരുന്ന് പ്രയോഗം, അർദ്ധരാത്രിയിലും ഉറക്കമില്ലാതെ തലയാട്ടി ചെവിയാട്ടി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിമാർ. വീട്ടുകാർ വെളുപ്പിന് കണ്ണു തുറന്ന് പടിവാതിൽ തുറക്കുമ്പോൾ തന്നെ പറയെടുപ്പും അമ്പുവരവും പോലെ പ്രചാരണക്കൂട്ടും എത്തി തുടങ്ങുന്ന ദിവസങ്ങളാണ് അല്ലേ വിജയകുമാർ? അതെ, കേരളം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പ്രചാരണ കാലത്തേക്കാണ് ഇത്തവണ കടക്കുന്നത്. എല്ലാ പാർട്ടികളിലെയും ദേശീയ നേതൃത്വം മുഴുവൻ എന്ന് വെച്ചാൽ മുഴുവൻ കേരളത്തിലെത്തുന്ന പ്രചാരണ കാലത്തിന് കൊടിയേറുകയാണ്. ആ കൊടിയേറ്റത്തിൻ്റെ ഏറ്റവും ചടുലമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാണാം. തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് പൊരിഞ്ഞ പോരാണ്. UDF മുന്നോട്ട് വയ്ക്കുന്നത് വിശ്വപൗരൻ ശശി തരൂരിനെ. തിരുവനന്തപുരം തിരിച്ചുപിടിക്കാൻ LDF കളത്തിലിറക്കുന്നത് ജനകീയ മുഖം പന്നിയൻ രവീന്ദ്രൻ. ത്രികോണപ്പോര് കടുപ്പിക്കാൻ BJPയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സാക്ഷാൽ ONV കുറിപ്പ് പോലും തോൽവിയുടെ ചൂടറിഞ്ഞ് തിരുവനന്തപുരത്ത് ഇക്കുറി തീപാറും. ആരും തർക്കിച്ചിട്ട് കാര്യമില്ല. അച്ചട്ടായി ഒന്ന് പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ഒരേയൊരു മണ്ഡലത്തിലായിരുന്നു ത്രികോണ മത്സരം. അത് തിരുവനന്തപുരമായിരുന്നു. ിൽ രണ്ടാമതെത്തിയ BJP 2019 കൊടി പാറിക്കുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അതിന്റെ പൊലിമയിൽ ആറ്റിങ്ങലും പത്തനംതിട്ടയും പാലക്കാടും കാസർഗോഡുമൊക്കെ ഒന്ന് പൊടി പാറി. എന്നാൽ അവിടെ ഒന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ത്രികോണം തെളിഞ്ഞില്ല. ഒരേയൊരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJP ഒന്നാമതെത്തിയത്. അത് നിയമമായിരുന്നു. രണ്ടാമതെത്തിയത് 140-ൽ 7 മാത്രവും. ഇത്തവണ കഥ മാറുമോ? ചോദ്യം ആദ്യം ഉയർന്നത് മാസങ്ങൾക്ക് മുൻപേ തൃശൂരിലാണ്. ചലച്ചിത്ര താരം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് തൃശൂർ. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനവും K മുരളീധരന്റെ വരവും തൃശൂരിനൊരുക്കുന്നത് പൊളിറ്റിക്കൽ സസ്പെൻസ്. മുൻമന്ത്രിയും CPIയുടെ ജനകീയ മുഖവുമായ VS സുനിൽകുമാർ ഇടതു സ്ഥാനാർത്ഥിയായതോടെ തൃശൂരിലെ പോരാട്ടം തീപാറും. തിരുവനന്തപുരം മുതൽ വയനാടും കടന്ന് കാസർഗോഡ് വരെ പോയാൽ ഒരു കാര്യം തെളിഞ്ഞു വരും. ഇത്തവണ ഏതെങ്കിലും പാർട്ടിക്ക് മാത്രം അനുകൂലമായി സംസ്ഥാന വ്യാപക തരംഗം കാണാനില്ല. തിരുവനന്തപുരത്ത് ആഗോള പൗരത്വവും ആഗോള അനുഭവ സമ്പത്തും നാട്ടുപെരുമയുമാണ് മാറ്റുരയ്ക്കുന്നത്. ആറ്റിങ്ങലിൽ ശിവഗിരിയിൽ നിന്നുള്ള ആ മന്ത്രം 3 വശത്തു നിന്നും ഉയരുന്നുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആലപ്പുഴയിൽ 2 വട്ടം ജയിച്ച മഹിമ മാത്രമല്ല ഇപ്പോൾ KC വേണുഗോപാലിന്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ രണ്ടാമന്റെ തലയെടുപ്പിലാണ് വരവ്. പത്തനംതിട്ടയിൽ 2019 LDF ഒന്നാമതെത്തിയത് അടൂര് മാത്രം. കൊല്ലത്തും തിരുവനന്തപുരത്തും ഒരിടത്തുമില്ല. ആറ്റിങ്ങലിൽ നെടുമങ്ങാട് ഇടത്. ഇക്കഥയിൽ നിന്നാണ് LDF കരകയറി വരേണ്ടത്. അതെളുപ്പമാണോ? ത്രികോണ മത്സരം പോയിട്ട് നേരിട്ടുള്ള പോരിന്റെ ലക്ഷണം പോലും ആലപ്പുഴയും പാലക്കാടും ഒഴികെ ഒരിടത്തും അന്നുണ്ടായിരുന്നില്ല. ഏറെ പ്രചാരണ കോലാഹലമുണ്ടായ വടകരയിൽ LDF ആകെ മുന്നിലെത്തിയത് തലശ്ശേരിയിൽ മാത്രവുമാണ്. ഇത്തവണ കഥ മാറുമോ? വടകരയിൽ കനത്ത ചൂടാണ്. അതിനെ ഒരു പരിധിവരെ ഈ കുട വെച്ച് മറയ്ക്കാം. അതിലും 10 മടങ്ങാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചൂട്. അത് ശമിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കൊടിയിറങ്ങണം. മട്ടന്നൂർ MLA KK ശൈലജയും പാലക്കാട് MLA ഷാഫി പറമ്പിലും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയും ഏറ്റുമുട്ടുമ്പോൾ വടകരയിൽ ഇത്തവണ തീപാറും പോരാട്ടം. 2024 ത്രികോണം 1 തൃശൂർ, ത്രികോണം 2 തിരുവനന്തപുരം, ത്രികോണം 3 പാലക്കാട്, ആറ്റിങ്ങൽ, ഇങ്ങനെ കാസർഗോഡ് വരെ പ്രവചിക്കുന്നുണ്ട് രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ. വയനാട് ആനി രാജ എന്ന ദേശീയ നേതാവിനെ CPI ഇറക്കിയപ്പോൾ BJP കൊണ്ടുവരാൻ പോകുന്ന ആ സർപ്രൈസ് എന്തായിരിക്കും? അതാണ് ഇപ്പോഴത്തെ അവശേഷിക്കുന്ന 1.5 ചോദ്യം. കഥ തീർന്നില്ല കേട്ടോ. പത്മജ വരികയും മമ്പറം ദിവാകരൻ ഇറങ്ങിക്കയറുകയും ചെയ്തു. CAA എന്ന പൗരത്വ നിയമം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം മറക്കരുത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ തരംഗമുണ്ടായിരുന്നു. നിയമസഭയിൽ 2 തവണ ഇടതുവശത്തേക്കും ലോക്സഭയിൽ ഐക്യപക്ഷത്തേക്കും വീശിയ കൊടും ചുഴലി. അങ്ങനൊരു ചുഴലി ഇത്തവണ വീശുമോ? ഇലക്ഷൻ ഡെസ്ക് 24.